ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൂടാതെ കുറച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കപ്പയാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു 2 പീസ് കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളത് 2 പീസ് കപ്പയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഏറ്റവും ചെറിയ ഹോളുള്ള ഇതിലാണ് കേട്ടോ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കപ്പയുടെ നടുക്കുള്ള നാര് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാനും. അതായത് നമ്മൾ കപ്പയുടെ ആ ഒരു നാരിൻ്റെ ചുറ്റും ഭാഗത്തായിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 2 പീസ് കപ്പയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ബൗള് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കപ്പയിൽ നന്നായിട്ട് കട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ കപ്പയിലുള്ള ആ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞ് ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാലൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് വെള്ളമൊക്കെ പോയിട്ടുള്ള കപ്പയാണിത്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് എരിവുള്ള ആ ഒരു ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മധുരമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ട് ഏലക്ക പൊടിച്ചെടുത്തതാണ് കേട്ടോ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഏലക്കായുടെ കുരു മാത്രം പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 എണ്ണത്തിൻ്റെ കുരു മാത്രം എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/4 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് നോക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു കുഴഞ്ഞ പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് തിക്കായിട്ടും വേണ്ട. ഇത്രയും മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്യണം. ഇപ്പോൾ പഞ്ചസാര ഇവിടെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ നടുക്കുള്ള പഞ്ചസാരയൊക്കെ ഉരുക്കി കിട്ടിക്കോളും. അപ്പോൾ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതലാവരുത് കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് അടിയിൽ ഭാഗത്തായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു സിലിക്കൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒഴിച്ച പാടന്നെ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അവിടെ കട്ടയായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള മോൾഡ് വേണമെന്നില്ല, നിങ്ങൾ എടുത്ത് ഏത് പാത്രമാണോ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നുള്ളത് അതിലൊഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പയുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം.
ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതെല്ലാം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വേവിച്ചെടുക്കാൻ വേണ്ട വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ആവി കയറുന്നതിനനുസരിച്ചിട്ട് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ചിലപ്പം 20-25 മിനിറ്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ ആവി വരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ വേവുന്നതിൻ്റെ ടൈം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ ചൂടോടെ ഡീമോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ അടിയിലുള്ള നമ്മുടെ പഞ്ചസാര കാരമൽ ഉണ്ടല്ലോ അതവിടെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ചൂടാറിയതിന് ശേഷം കഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചൂടോടെ തന്നെ ഡീമോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കാരമലോടെ തന്നെ ഈ ഒരു സ്നാക്ക് കിട്ടും. അല്ലെങ്കിൽ കാരമലൊക്കെ അതിൽ പറ്റി പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അതാ കപ്പ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്